അപ്പായി, എനിക്ക് ഈ ആഴ്ച കൊണ്ട് എക്സാം കഴിയും. നമ്മളെന്നാണ് നാട്ടിലേക്ക് പോവുക? രാവിലെ സ്കൂളിൽ പോവാൻ റെഡിയായി വന്ന കുഞ്ഞാപ്പു തിരക്കി. പോവാമട കുഞ്ഞെ, ഇവന്മാർക്കും കൂടെ എക്സാം കഴിയട്ടെ. കുഞ്ഞാപ്പുവിൻ്റെ തലയിൽ മുടി ഉലയ്ക്കാതെ തലോടിക്കൊണ്ട് ആൽഫി പറഞ്ഞു. അപ്പായിയാണ് പറഞ്ഞത് +1 തൊട്ട് നമ്മൾ നാട്ടിലാണെന്ന്. ഇനി വാക്ക് മാറ്റരുത്. ആൽഫിയെ ചുറ്റിപ്പിടിച്ചു നിന്ന് കുഞ്ഞാപ്പു പറഞ്ഞു. 2 വർഷം കൂടെ ഇവിടെ പഠിച്ചാൽ പോരെ കുഞ്ഞാപ്പുവേ? ഇവിടെയല്ലേ എൻ്റെ പൊന്നിൻ്റെ ഫ്രണ്ട്സൊക്കെ? അവനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആൽഫി മുഖം തിരിച്ച് അല്ലിയും സെലിനെയും നോക്കി. വേണ്ട, നമുക്ക് നാട്ടിൽ പോകാം അപ്പായി. കുഞ്ഞന്മാർക്ക് രണ്ടാൾക്കും നാട്ടിൽ പഠിക്കുന്നതാണ് ഇഷ്ടം. അപ്പായിക്ക് അവിടെ നല്ല ഹോസ്പിറ്റലിൽ ജോലി കിട്ടില്ലേ? അവൻ്റെ കയ്യിൽ തൂങ്ങി കുഞ്ഞാപ്പു തിരക്കി. അതൊക്കെ കിട്ടും. മക്കള് പോയിട്ട് വാ, നമുക്ക് നോക്കാം. അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് ആൽഫി പറഞ്ഞു. മറ്റ് രണ്ടാളും കൂടെ റെഡിയായതോടെ ആൽഫി അവരെയും കൂട്ടി സ്കൂളിലേക്ക് പോയി. എനിക്ക് പേടിയാകുന്നുണ്ട് ആൻറ്റി. കഴിഞ്ഞൊരു വർഷം അവൻ ഇച്ഛയോട് ആവശ്യപ്പെടുന്നുണ്ട് നാട്ടിൽ പോകാമെന്നും ഇനി അവിടെ പഠിച്ചാൽ മതിയെന്നും. പിള്ളേരും ആൽഫിയും പോയതും മനസ്സിൽ പേടിയോടെ പറഞ്ഞുകൊണ്ട് സെലിനരികിലിരുന്നു അല്ലി. എത്ര നാൾ പേടിക്കും അല്ലി? എന്നായാലും ഒരു ദിവസം കുഞ്ഞാപ്പു ഇതറിയും. അത് എത്രയും പെട്ടെന്നാവുമോ അത്രയും നല്ലതല്ലേ? നമ്മൾ പറയുന്നത് എന്താണോ അതിൻ്റെ നല്ലത് മനസ്സിലാക്കിയെടുക്കാനുള്ള പക്വത കർത്താവ് അവന് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവനോട് നിങ്ങൾ സംസാരിക്കണം. സെലിൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയില്ല ആൻറ്റി. എല്ലാം കേട്ട് കഴിയുമ്പോൾ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്ത് എൻ്റെ നെഞ്ച് പിടയുന്നുണ്ട്. അല്ലി, ഇത്രയും നാൾ നാട്ടിലേക്ക് പോയതുപോലെ അല്ല ഇത്തവണ. മുമ്പൊക്കെ കൂടിയാൽ ഒരാഴ്ച അത്രേ നമ്മൾ അവിടെ നിന്നിട്ടുള്ളൂ. അന്നും ആരിൽ നിന്നും അവനൊന്നും അറിയാതെ ഇരിക്കാൻ നമ്മൾ ആരെങ്കിലും ഒരാൾ അവനൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. ഇന്നവൻ ആൽഫിയോട് പറഞ്ഞത് നീ കേട്ടില്ലേ? ഇനിയുള്ള ജീവിതം നാട്ടിൽ മതിയെന്ന്. അപ്പോൾ അവൻ എല്ലാം അറിയണം മോളെ. നീയും ആൽഫിയും ഒരുമിച്ചിരുന്നു വേണം കുഞ്ഞാപ്പുവിനോട് സംസാരിക്കാൻ. നിറഞ്ഞു തൂവുന്ന മിഴികളോട് ഇരിക്കുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സെലിം പറഞ്ഞു. അല്ലി അതിന് മറുപടിയായി ഒന്ന് മൂളിയതേ ഉള്ളൂ. നീ കരുതുന്നുണ്ടോ അല്ലി, എല്ലാം കേട്ട് കഴിയുമ്പോൾ അവൻ നിങ്ങളോട് ദേഷ്യം കാണിക്കുമെന്നോ അകന്നു പോകുമെന്നോ? അവളുടെ തുളുപ്പുന്ന മിഴികൾക്കാണ് ചോദിക്കാതെ ഇരിക്കാൻ സെലിനായില്ല. ഒരിക്കലുമില്ല ആൻറ്റി. ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അവൻ്റെ അപ്പായിൽ നിന്ന് ഒരു നിമിഷം പോലും അവൻ അകന്നിരിക്കില്ല. ഒരുപക്ഷെ ഇപ്പോൾ ഉള്ളതിലും കൂടുതൽ സ്നേഹിച്ചു പോകും അവൻ. അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ എല്ലാം കേട്ട് കഴിഞ്ഞുള്ള അവൻ്റെ വിഷമം, അത് കാണാൻ എനിക്ക് വയ്യ. ആ നിമിഷം ഒന്ന് തരണം ചെയ്ത് കിട്ടിയാൽ മതി എനിക്ക്. ഒന്നുമില്ല കുഞ്ഞെ, അവനതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് കർത്താവ് കൊടുക്കും. നീ വിഷമിക്കാതെ. അല്ലിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സെലിം പറഞ്ഞു. ഒപ്പം നിറഞ്ഞ മിഴികൾ അവൾ കാണാതെ ഒപ്പിക്കളഞ്ഞു. ഒന്നുമില്ല കുഞ്ഞെ, അവനതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് കർത്താവ് കൊടുക്കും. നീ വിഷമിക്കാതെ. അല്ലിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സെലിം പറഞ്ഞു. ഒപ്പം നിറഞ്ഞ മിഴികൾ അവൾ കാണാതെ ഒപ്പിക്കളഞ്ഞു. നിനക്ക് പേടിയുണ്ടോ ഇമ്മ? കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ കുഞ്ഞാപ്പു നമ്മളെ ഒറ്റപ്പെടുത്തുമെന്ന്. രാത്രി തൻ്റെ നെഞ്ചോരം ചേർന്ന് കിടന്ന് ആലോചിച്ച് കൂട്ടുന്ന അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തുകൊണ്ട് ആൽഫി തിരക്കി. അവളൊന്നും മിണ്ടാതെ നിറയുന്ന കണ്ണുകൾ അവനിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കളഞ്ഞു. ഈമ, ആൽഫി പതിഞ്ഞൊരു വിളിയോടെ അവളെ ഉയർത്തിയെടുത്ത് നെഞ്ചിക്കെടുത്തി. എന്തിനാണ് സങ്കടം? എന്നായാലും എപ്പോഴായാലും കുഞ്ഞാപ്പു ഇതൊക്കെ അറിയില്ലേ? അതൊരിക്കലും മറ്റൊരാൾ പറഞ്ഞ് ആവരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആൽഫി അവളെ സ്നേഹത്തോടെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു. പറയണ്ട എന്നല്ലേ ഇച്ചേ? ആ കാര്യം അറിയുമ്പോൾ അവന് വല്ലാതെ വേദനിക്കും. പക്ഷേ വേദനയെ മറികടക്കാൻ നമ്മളില്ലേ അവൻ്റെ കൂടെ. നീ വെറുതെ ടെൻഷൻ അടിക്കേണ്ട. എന്തായാലും ഏതിനും അവൻ്റെ എക്സാം കഴിയട്ടെ. അവളെ തലോടിക്കൊണ്ട് ആൽഫി പറഞ്ഞു. അവനെന്തൊക്കെ പറഞ്ഞാലും അവളുടെ അമ്മമ്മനം ഉരുകിക്കൊണ്ടേയിരുന്നു. അവളെ എന്തൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുവെങ്കിലും അവനും മകനെ ഓർത്ത് വേദനിച്ചുകൊണ്ട് തന്നെയിരുന്നു. ചേട്ടായി, ഞങ്ങൾ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. കാരണം അറിയണമെങ്കിൽ പറഞ്ഞു. അവസാനത്തെ എക്സാം കഴിഞ്ഞ് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇനി നാട്ടിലാണ് എന്ന് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ഗേറ്റിനടുത്ത് ആൽഫിയെ കാത്തു നിൽക്കുമ്പോൾ മുന്നെയാണ് ചോദിച്ചത്. നമ്മൾ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ച കൊണ്ടല്ലേ എൻ്റെ കുഞ്ഞന്മാർക്ക് ഇത്രയും സന്തോഷം? ഇരുവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കുഞ്ഞാപ്പു തിരക്കി. നമ്മൾ മനസ്സിലെന്ത് വിചാരിച്ചാലും ചേട്ടായിക്ക് മനസ്സിലാകുമല്ലേടാ ഉണ്ണിക്കുട്ട? ചേട്ടായിയുടെ തോളിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് വീണ്ടും മുന്നേ ചോദിച്ചു. സാധാരണ ഉണ്ണിയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? ഇന്ന് അവൻ സൈലൻ്റായിട്ട് നിൽപ്പാണ്. എന്താടാ ഉണ്ണി നീ മിണ്ടാതെ നിൽക്കുന്നേ? മുന്നേ അവൻ്റെ കയ്യിലൊന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു. വേറെ ഒന്നും ഇല്ലടാ, നാട്ടിൽ ചെന്നിട്ട് ആ വയലിൽ പോയി ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ ഒന്ന് ഓർത്തു നിന്നതാണ്. ചേട്ടായി ഞങ്ങളുടെ കൂടെ വരണം കേട്ടോ. സ്വപ്നലോകത്ത് നിന്ന് ഉണർന്നതുപോലെ ഉണ്ണി പറഞ്ഞു. ദേ അപ്പായിയുടെ കാർ വരുന്നു. ദൂരെ നിന്ന് വരുന്ന ആൽഫിയുടെ വണ്ടി കണ്ട കുഞ്ഞാപ്പു അനിയന്മാരോട് പറഞ്ഞു. പോകാം. അവർക്ക് മുന്നിൽ കാർ നിർത്തി ആൽഫി തിരക്കി. മറുപടി പറയും മുമ്പ് മൂന്നും കൂടി കാറിലേക്ക് കയറി കഴിഞ്ഞിരുന്നു.
മക്കളുടെ ധൃതി കാണി ആൽഫിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അപ്പായി ഇനി പറഞ്ഞു, എന്നാണ് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുക? എന്നേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക? ഉണ്ണിയാണ് ചോദിച്ചത്. മറുപടി അറിയാൻ എന്ന പോലെ മൂവരും ആൽഫയെ നോക്കി. ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് പോകാൻ കേട്ടോ. മക്കളുടെ സന്തോഷം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കാത്ത മുഖത്ത് ഒരു ചിരിയണിഞ്ഞ് ആൽഫി പറഞ്ഞു. അപ്പായി, അപ്പായിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? വീടിന് മുന്നിൽ കാർ നിർത്തിയതും ബാഗും എടുത്ത് അമ്മയെന്ന് വിളിച്ച് അകത്തേക്ക് പാഞ്ഞുപോയ അനിയന്മാരെ വാത്സ്യത്തോടെ നോക്കി കാറിൽ തന്നെ ഇരുന്ന് കുഞ്ഞാപ്പു ചോദിച്ചു. കുഞ്ഞാപ്പുവിൻ്റെ ചോദ്യത്തിൽ ആൽഫി ഒരു നിമിഷം പകച്ചിരുന്നു പോയി. പറയപ്പായി, അപ്പായിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? വീണ്ടും ചോദിച്ചുകൊണ്ട് ആൽഫിയുടെ കവിളിൽ കൈ ചേർത്ത് വെച്ച് കുഞ്ഞാപ്പു അലിപോലുന്ന കണ്ണുകളോടെ അവൻ്റെ അപ്പായിയെ നോക്കി. കുഞ്ഞാപ്പു മോനെ. ആൽഫിക്ക് അവൻ്റെ മുഖത്ത് നോക്കിയിരിക്കെ നെഞ്ചു വിങ്ങിപ്പൊട്ടി. എങ്ങനെ പറയും ഈ മുഖത്ത് നോക്കി നിനക്ക് ജന്മം തന്നത് ഞാനല്ല എന്ന്? ഈ ഒരു നിമിഷം ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അറിയാമായിരുന്നു. എങ്കിലും ഇത്രയും വേദന ഇത് സഹിക്കാൻ വയ്യ. എൻ്റെ കുഞ്ഞിനെ അറിഞ്ഞുകൊണ്ട് നോവിക്കാൻ വയ്യല്ലോ കർത്താവേ. പിടയുന്ന നെഞ്ചിലൊന്ന് തട്ടിക്കൊണ്ട് ആൽഫി തന്നെ കണ്ണിമയ്ക്കാതെ നോക്കിയിരിക്കുന്ന തൻ്റെ പൊന്നോമനയുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. രാത്രി കുഞ്ഞമ്മ ഉറങ്ങിയ ശേഷം നമുക്ക് സംസാരിക്കാൻ കേട്ടോ. അപ്പായിക്ക് എല്ലാം എൻ്റെ പൊന്നുമോനോട് പറഞ്ഞ് ഈ നെഞ്ചിലെ ഭാരമൊന്ന് ഇറക്കി വയ്ക്കണം. അപ്പായി പറയുന്നത് കേട്ട് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞ് ഈ അപ്പായിയെ വെറുക്കരുത് കേട്ടോ. അവൻ്റെ കവിളിൽ അരുമയുടെ തലോടിക്കൊണ്ട് ആൽഫി വീണ്ടും പറഞ്ഞു. എൻ്റെ അപ്പായിക്ക് ഒരു ടെൻഷനും വേണ്ട. കുഞ്ഞാപ്പു അപ്പായിയുടെ മോനല്ലേ. എനിക്ക് അപ്പായി പറയുന്നത് മനസ്സിലാകും. ആൽഫിയുടെ കവിളിൽ ഉമ്മ വെച്ച് പറഞ്ഞുകൊണ്ട് ബാഗും എടുത്ത് കുഞ്ഞാപ്പും പിന്നാലെ ആൽഫിയും വീടിനുള്ളിലേക്ക് കയറി. ഇങ്ങനെ കരയല്ലേ ഇമ്മ. അവനെല്ലാം ഉൾക്കൊള്ളാനും നമ്മളെ മനസ്സിലാക്കാൻ പറ്റുമെടി. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നോ? കുഞ്ഞാപ്പ് തന്നോട് പറഞ്ഞത് ചോദിച്ചുമായ കാര്യങ്ങൾ പറയുന്നതികൾക്ക് വിങ്ങിപ്പൊട്ടിയ അല്ലെ സമാധാനിപ്പിക്കുകയാണ് ആൽഫി. അവനൊരിക്കലും ഈ കാര്യം പ്രതീക്ഷിക്കില്ല ഇച്ചേ. അവൻ്റെ ഹൃദയം നോവുന്നതും നമ്മൾ തന്നെ കാണണ്ടേ. മുഖം കുഴിച്ചിരുന്ന് വിതുമ്പി അല്ലി. നീ കണ്ണു മുഖമൊക്കെ കഴുകിയിട്ട് വാ. പിള്ളേരിപ്പോൾ കഴിക്കാൻ വരും. നിന്റെ മുഖം മാറിയാൽ പിള്ളേർക്ക് അത് മനസ്സിലാവും ഇമ്മ. അവളുടെ മുഖം തുടച്ചു കൊടുത്തിട്ട് ഇടറിയ ശബ്ദത്തിൽ ആൽഫി പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ തളർന്നു പോകുന്ന ശരീരവും വർദ്ധിച്ച ഹൃദയമിടിപ്പുമായി ആൽഫി അവിടെ തന്നെ ഇരുന്നു. എന്നും ചിരിയും കളിയും നിറയുന്ന ഊണുമേശയിൽ ഇന്ന് മുന്നിയുടെയും ഉണ്ണിയുടെയും ഒച്ച മാത്രമേ ഉയർന്നുള്ളൂ. ബാക്കിയുള്ള 4 പേരും ഓരോ ചിന്തകളിൽ ആയിരുന്നു. നാട്ടിൽ പോകുന്നതിൻ്റെ സങ്കടമാണോ അപ്പായി? ഇഷ്ടമല്ലേ ചേട്ടായിക്ക് നാട്ടിൽ പോകാൻ? ചോറും ചിക്കൻ കറിയും കുഴിച്ച് വായിൽ വാരി നിറച്ചുകൊണ്ട് ഇരുവരെയും നോക്കി ഉണ്ണിയാണ് ചോദിച്ചത്. പിന്നെ ഇഷ്ടമാണല്ലോ. കുഞ്ഞന്മാർ കഴിക്കി. കുഞ്ഞാപ്പ് ഉണ്ണിയുടെ പ്ലേറ്റിൽ വീണ്ടും വിളമ്പി കൊടുത്തിട്ട് പറഞ്ഞു. നാളെ മുതൽ ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പായ്ക്ക് ചെയ്യുക അപ്പായി. കൈ കഴുകാൻ പോകും വഴി മുന്നേ പറഞ്ഞു. ആൽഫി അതിന് മറുപടി പറഞ്ഞുമില്ല. മുന്നിയോ ഉണ്ണിയോ അത് പ്രതീക്ഷിച്ചതുമില്ല. ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. നാളെ പയ്യെ വിളിച്ചാൽ മതിയേ. അമ്മ ചേട്ടായി വന്നേക്കുമല്ലോ. എന്നിട്ട് നമുക്ക് കിടക്കണേ. എനിക്ക് ചേട്ടായിയെ കെട്ടിപ്പിടിക്കണം. കുഞ്ഞാപ്പുവിൻ്റെ കവളിൽ ഒന്ന് മുത്തിപ്പറഞ്ഞിട്ട് മുറിയിലേക്ക് ഓടി. ഉണ്ണി പിന്നാലെ. അതുപോലെ ചെയ്തു മുന്നെയും. ഞാൻ വന്നേക്കാമടാ. നടുവിൽ തന്നെ കിടന്നോളാം. പുഞ്ചിരിയോടെ കുഞ്ഞാപ്പുവും പറഞ്ഞു. നെഞ്ചുരുകിയിരിക്കുമ്പോഴും മക്കളുടെ ആ സ്നേഹം കണ്ട് പുഞ്ചിരിച്ചു ആൽഫിയും അല്ലിയും. കുഞ്ഞാപ്പുവിൻ്റെ മുറിക്ക് പുറത്തെ ബാൽക്കണിയിൽ ആലോചനയോടെ നിൽക്കുന്ന ആൽഫിയെ പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു അവൻ. അപ്പായിക്ക് പറയാനുള്ളതൊക്കെ അതെന്തായാലും പറഞ്ഞു കഴിയും വരെ എൻ്റെ കുഞ്ഞ് സമാധാനത്തോടെ കേൾക്കണം. തൻ്റെ വയറിൽ മുറുകിയിരിക്കുന്ന കുഞ്ഞാപ്പുവിൻ്റെ കൈകളിൽ അതിലും മുറുകെ പിടിച്ചുകൊണ്ട് ആൽഫി പറഞ്ഞു. അപ്പായി പറഞ്ഞു എന്നോടല്ലേ. ആൽഫി പിടിച്ചുകൊണ്ടുവന്ന് ബെഡിൽ ഇരിക്കുകയായിരുന്ന അല്ലിക്കരികിൽ ഇരുത്തിയിട്ട് കുഞ്ഞാപ്പു പറഞ്ഞു. വാ അപ്പായിയുടെ കുഞ്ഞിങ്ങ് വാ. അപ്പായി ഒരു കഥ പറയാൻ പോവാണ്. അപ്പായിയുടെ മടിയിൽ കിടന്ന് ആ കഥ കേട്ടാൽ മതി. ഇരുകൈയും നീട്ടി ആൽഫി പറഞ്ഞതും കുഞ്ഞാപ്പു അവൻ്റെ മടിയിലേക്ക് കിടന്നിട്ട് അപ്പായിയുടെ മുഖത്തേക്ക് നോക്കി. അല്ലിയാണെങ്കിൽ കണ്ണ നിറഞ്ഞ് കാഴ്ച മങ്ങി മറ്റെങ്ങോ നോക്കിയിരുന്നു. തൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി കിടക്കുന്നവൻ്റെ തലമുടി തലോടിക്കൊണ്ട് ആൽഫി മെല്ലെ പറഞ്ഞു തുടങ്ങി. അങ്ങ് ദൂരെ ഒരു കുഞ്ഞു വീട്ടിൽ ഒരച്ഛനും അമ്മയും ഒരാൺകുട്ടിയും ഉണ്ടായിരുന്നു. ഡ്രൈവറായിരുന്ന ആ അച്ഛൻ ഒരിക്കൽ വീട്ടിൽ വരുമ്പോൾ 3-4 ദിവസം പ്രായമുള്ളൊരു പെൺകുഞ്ഞിനെ കൂടെ കൊണ്ടുവന്നിരുന്നു. അതാരുടെ കുഞ്ഞാണെന്നോ എവിടെ നിന്ന് കിട്ടിയെന്നോ ആ അച്ഛൻ പറഞ്ഞില്ല. അലിമ എന്ന പേരും പറഞ്ഞു കൊടുത്തുപോയ അച്ഛൻ പിന്നെ വന്നത് ജീവനില്ലാതെയായിരുന്നു. ആ അമ്മയാവട്ടെ ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് തൻ്റെ കുഞ്ഞുങ്ങളുമായി താമസം മാറി വന്നു. യാതൊരു വേർതിരിവുമില്ലാതെ തൻ്റെ മകനൊപ്പം മകളെയും വളർത്തി. വർഷങ്ങൾ കഴിഞ്ഞു. ആ പെൺകുട്ടിയെ വലിയ സ്നേഹത്തോടെ അല്ലെങ്കിലും കൂടെ കൂട്ടിയിരുന്ന ചേട്ടൻ പതിയെ ആ പെൺകുട്ടിയിൽ നിന്ന് അകലാൻ തുടങ്ങി. ആ സമയത്താണ് അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു കല്യാണാലോചന
പണക്കാരനായ നല്ല ജോലിയുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ വേണ്ടാന്ന് പറയാൻ കാരണമില്ലാതെ ആ അമ്മ ആ വിവാഹം സന്തോഷത്തോടെ നടത്തിക്കൊടുത്തു. പക്ഷേ അന്ന് അവർ അറിഞ്ഞിരുന്നില്ല ആ 14കാരിയെ കണ്ട് മോഹിച്ച് അവൾക്കായി കാത്തിരുന്ന ഒരുവനുണ്ടെന്ന്. ആ പെൺകുട്ടി ശരീരവും മനസ്സും ഒരുപോലെ പിച്ചു ചീന്തപ്പെട്ട് ഇതാവും ജീവിതം എന്നോർത്ത് നിരയിച്ചു കഴിഞ്ഞ 1.5 വർഷക്കാലം. ഒരു ദിവസം അവൾക്കൊരു സംശയം, താൻ അമ്മയാവാൻ പോകുന്നുണ്ടോ എന്ന്. അത് തുറന്നു പറഞ്ഞ ഭർത്താവ് പറഞ്ഞത് എന്തെന്നോ. ഒരു നിമിഷം ഒന്ന് നിർത്തി ശ്വാസം ആഞ്ഞൊന്ന് വലിച്ചു വിട്ടുകൊണ്ട് കുഞ്ഞാപ്പൂവിനെ തൻ്റെ ദേഹത്തേക്ക് ഒന്നുകൂടെ അണച്ചു പിടിച്ചുകൊണ്ട് തുടർന്നു ആൽഫി. 1.5 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഇല്ലാത്തൊരു കുഞ്ഞോ? നിനക്ക് തോന്നുന്നതാവും. ഇനി അങ്ങനെയല്ല എങ്കിലും എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട. എൻ്റെ കുഞ്ഞ് വളരേണ്ടത് ഡാലിയുടെ വയറ്റിലാണ്. ആ വാക്ക് കേട്ട് കരഞ്ഞ ആ പെൺകുട്ടിയെ സമാധാനിപ്പിച്ച് അടുത്ത വീട്ടിലെ ഫംഗ്ഷന് കൊണ്ടുപോയി ഭർത്താവിൻ്റെ അമ്മ. തിരികെ വന്ന ആ രണ്ടുപേരും കണ്ടത് തൻ്റെ ഭർത്താവ് ഇഷ്ടക്കാരിക്കൊപ്പം തങ്ങൾ ഉപയോഗിക്കുന്ന കിടപ്പുമുറിയിൽ. താങ്ങാനാവാത്ത വേദനയോടെ നമ്മുടെ കുഞ്ഞിനെ പോലും ഓർത്തില്ലല്ലോ എന്ന ചോദ്യത്തിന് ആ കുഞ്ഞിനെ നീ കൊല്ലുകയോ വളർത്തുകയോ ചെയ്, എനിക്കതിനെ വേണ്ട എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കാമുകിയെ ചേർത്ത് പിടിച്ചു. അന്ന് ആ വീട്ടിൽ നിന്നിറങ്ങിയ അല്ലിമ ഉദയൻ അവിടുന്ന് നടന്നു കയറിയത് ഈ ആൽഫ്രഡ് അലക്സിന്റെ ജീവിതത്തിലേക്കായിരുന്നു. അത്രയും പെട്ടെന്ന് അപ്പായി നിന്റെ അമ്മയെ സ്വന്തമാക്കിയത് എന്തുകൊണ്ടാണ് നിന്നറിയോ? ബാക്കി കേൾക്കാൻ നിന്ന പോലെ കുഞ്ഞാപ്പു നിറമിഴിയോടെ ആൽഫിയെ നോക്കി. നിന്റെ ഓരോ വളർച്ചയും എനിക്ക് അറിയണമായിരുന്നു. നിന്റെ അമ്മ നിന്നെ വയറ്റിൽ ചുമന്നപ്പോൾ ഞാൻ നിന്നെ ദാ ഇവിടെയായിരുന്നു ചുമന്നത്. നെഞ്ചിൽ തട്ടി പറഞ്ഞിട്ട് നിറമൊഴിയോടെ തന്നെ കണ്ണടുക്കാതെ നോക്കുന്ന കുഞ്ഞാപ്പുവിനെ കണ്ണുനീരോടെ നെഞ്ചിലേക്ക് വാരി അണച്ചുകൊണ്ട് ആൽഫി പറഞ്ഞു. ആൽഫിയുടെ തോളിൽ മുഖം അമർത്തി വിങ്ങിപ്പൊട്ടി അല്ലിമയും. എനിക്ക് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഞാൻ എൻ്റെ അപ്പായുടെ സ്വന്തമല്ലെന്ന്. ആൽഫിയെ ചുറ്റിവരിഞ്ഞ് ആ നെഞ്ചിൽ മുഖം അമർത്തി വിങ്ങിക്കരഞ്ഞുകൊണ്ട് അവൻ പറയവേ തീക്കൊള്ളി കൊണ്ട് കുത്തേറ്റതുപോലെ പിടഞ്ഞു ആൽഫി മല്ലിയും.